എല്ലാരും സേഫ് അല്ലേ? നമ്മുടെ ഇവിടെ കൊറോണ വ്യാപിച്ചല്ലേ? എല്ലാരും സൂക്ഷിക്കണേ. മാസ്ക് ഇല്ലാതെ ആരും പുറത്തേക്കൊന്നും പോകരുതേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് കുക്കറ കുഴി ഇല്ലാതെ റെസ്റ്റോറന്റിൽ നിന്ന് കിട്ടുന്ന അതേ ഡിഷിൽ നമുക്ക് കുഴിമന്തി ഉണ്ടാക്കാം. വീഡിയോ കണ്ടിഷ്ടായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ. നമുക്ക് ആദ്യം തന്നെ ഒരു മസാല പൗഡർ ഉണ്ടാക്കാം. റെഡിമെയ്ഡ് മസാല പൗഡർ ഉണ്ടെങ്കിൽ അതായാലും മതി. 1.5 ടേബിൾ സ്പൂൺ മല്ലി വേണം. 3 ഇഞ്ച് കറുകപ്പട്ട വേണം, ഒരു ചൂണ്ടുവിരലിൻ്റെ അത്രയുള്ള. 1.25 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം വേണം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് വേണം. 7 ഏലക്ക വേണം. ഗ്രാമ്പു 1/4 ടീസ്പൂൺ വേണം. പിന്നെ വേണ്ടത് ജാതിക്കയുടെ കുരുവാണ്. അത് 1 ജാതിക്കയുടെ കാഭാഗം. 2 വറ്റൽമുളക് വേണം. നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള എല്ലാ സ്പൈസസും കൂടിയിട്ട് ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. ഗരം മസാല ഒക്കെ വറുത്ത് പൊടിക്കില്ല അതുപോലെ. മന്തിയിൽ അരി എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് നീളത്തിലുള്ള അരി നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അരി കഴുകി മിനിമം ഒരു അരമണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം. ഞാൻ അരി കഴുകി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കിലോ അരിക്ക് 1.5 കിലോ ചിക്കൻ എന്നുള്ള പാകത്തിന് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് അരമണിക്കൂറെങ്കിലും വെക്കണം. ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ചിക്കനിലോട്ട് നമുക്ക് ഒരു വലിയ ക്യാപ്സിക്കം, ഒരു ചെറിയ സവാളയുടെ പകുതി വേണം. ക്യാപ്സിക്കം ചെറുതാണെന്നുണ്ടെങ്കിൽ 1.5 എണ്ണം വേണം. നല്ല ചെറുതായിട്ട് അരിഞ്ഞേക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ ക്യൂബ്സ് ആണ്. ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ചിക്കൻ ക്യൂബ്സ് എടുക്കുമ്പോൾ പിന്നെ നമുക്ക് ചിക്കനിലോട്ട് ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഉപ്പ് ഉണ്ടാവും നന്നായിട്ട്. എല്ലാ ഗ്രോസറി ഷോപ്പിലും സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 200 ml സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കുക്കായി കഴിഞ്ഞാൽ ബാക്കി വരുന്ന എണ്ണ നമുക്ക് ചോറിലോട്ട് ഉപയോഗിക്കാനുള്ളതാണ്. നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മന്തി മസാലയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇടാം. പിന്നെ ചിക്കൻ ക്യൂബ്സ് 3 എണ്ണം ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ച് ഇട്ട് കൊടുക്കാം. ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. സവാളയും കൂടി ചേർക്കാം. ഞാൻ ഇതിനകത്തേക്ക് 2 ഡ്രോപ്സ് കളർ ചേർത്തിട്ടുണ്ട്. ജെൽ കളർ ആയതുകൊണ്ട് വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ചേർത്താൽ ഒരു ഇച്ചിരിയും കൂടി സ്പൈസി ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. മാരിനേറ്റ് ചെയ്ത ചിക്കൻ അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണം. എത്ര നേരം വെക്കണം അത്രയും നല്ലതാണ്. ഇനി നമുക്ക് ചോറ് കഴിക്കാൻ വെക്കാം. കഴുകി വെച്ചിട്ടുള്ള അരിയിലേക്ക് ഒരു ഉണങ്ങിയ നാരങ്ങ ഇടാം. അത്ര ഡ്രൈ ഒന്നുമല്ല, അത് ഫ്രിഡ്ജിലിരുന്ന് ഒന്ന് കളറൊക്കെ ഒന്ന് മാറിയിട്ടുള്ളൂ. എൻ്റെ അടുത്ത് ഇല്ല ഡ്രൈ ലെമൺ. പിന്നെ വേണ്ടത് 1 ഏലക്ക, 1 പട്ട, 1 ഗ്രാമ്പൂ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അരി വേവിക്കാൻ വെക്കാം. ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒരു പാകത്തിന് ഒരുപാട് അങ്ങ് വെന്ത് പോകാതെ വേവിച്ചെടുക്കാം. ചോറ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നെടുക്കാം.
ചോറ് വേവിക്കാൻ വെച്ച സമയത്ത് തന്നെ ഞാൻ ചിക്കനും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒരേ ടൈമിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതും വെന്ത് കിട്ടണമല്ലോ. ചോറ് സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവൊന്നുമില്ലാത്ത സാധാരണ മുളക്. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ പാലിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കനും വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ചിക്കൻ. പക്ഷേ ഈ എണ്ണയിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് ക്രിസ്പിയും കൂടിയാണ്. ഭയങ്കര ടേസ്റ്റാണ് ഈ ചിക്കന്. ഇതിങ്ങനെ ചുമ്മാ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഇത്ര കളറൊന്നും ചേർക്കണ്ട കേട്ടോ. ഞാനത് ഫോട്ടോ കൂടി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ടാണ്. ഇനി നമുക്ക് മന്തി സെറ്റ് ചെയ്യാം. ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യണം അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനിൽ നിന്ന് ആ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു ലെയർ ചോറ് ഇട്ടതിന് ശേഷം നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യില്ല അതുപോലെ തന്നെ ഒരു ലെയർ ചോറ് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കളർ കൂടി കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ചിക്കനിലെ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം അതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ചാർക്കോള് അതിനകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് അതിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കാം. ആ പാത്രം ചോറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ആ കുഴിയുടെ ചുറ്റുമായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്തൊരു ഭംഗിയല്ലേ കാണാൻ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ എല്ലാ ചിക്കനും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിനകത്തുള്ള കംപ്ലീറ്റ് എണ്ണയും ആ ചോറിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത് മാറ്റിയ ആ കട്ടോരി ആ കുഴിയിലോട്ട് ഇറക്കി വെക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിക്കുക. അതിനകത്തേക്ക് ചൂടാക്കിയ ചാർക്കോൾ ഇടുക. അതിന് ശേഷം ഈ പാത്രം മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ മന്തി റെഡിയാവും. ദാ അങ്ങനെ കുക്കറോ കുഴിയോ ഒന്നുമില്ലാതെ നല്ല അടിപൊളി കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ചാർക്കോളിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ കൂടി ശരിക്കും റെസ്റ്റോറൻറ്റിൽ ചെന്നിരിക്കുന്ന ഒരു ഫീലാണ് ഇപ്പോൾ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.